മാഡം ഞാൻ 4 മാസം പ്രഗ്നന്റ് ആണ്. എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്. പ്രഗ്നന്റ് ആയ സമയം മുതലേ ഉണ്ട്. ഓക്കെ, പ്രഗ്നൻസിയിൽ ലോ ബാക്ക് പെയിൻ വരുന്നത് വളരെ കോമൺ ആണ്. കുറേയൊക്കെ അത് ഫിസിയോളജിക്കലാണ്. അതായത് നമ്മുടെ ഹോർമോൺ ചേഞ്ച് കാരണം ലിഗമെന്റ്സും മസിൽസും ഒക്കെ ലൂസാവും. അപ്പോൾ ഒരു ജോയിൻറ്റിൻ്റെ ഇൻസ്റ്റെബിലിറ്റി വരും. പിന്നെ മസിൽസിൻ്റെ ഒരു ക്ഷീണം, അതുകൊണ്ട് ബാക്ക് പെയിൻ വരാം. അപ്പോൾ നമ്മൾ എന്താണ് പിന്നെ വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, പ്രഗ്നൻസി ഗ്രോ ചെയ്യുമ്പോൾ ആ ഗ്രാവിറ്റിയുടെ ഒരു ഷിഫ്റ്റ് വരുന്നത് കാരണവും നമ്മുടെ പൊസിഷൻ ചേഞ്ച് വരുമല്ലോ, അങ്ങനെയും ബാക്ക് പെയിൻ വരാം. ഇതുകൂടാതെ സിവിയർ യൂറിനറി ഇൻഫെക്ഷൻ, സിവിയർ കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയുള്ളതിലും ബാക്ക് പെയിൻ വരാം. അപ്പം നമ്മൾ അതിന് എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ഗുഡ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ഗുഡ് പോസ്ചർ, നല്ല പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. കുറേ നേരം നിൽക്കാതിരിക്കുക. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ഇരുന്നിട്ട് വേണം ബാക്കി ജോലി ചെയ്യുക. കിടക്കുമ്പോൾ കൂടുതലും ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് കിടക്കാൻ നോക്കുക. പിന്നെ നമ്മൾ താഴെ നിന്ന് എന്തെങ്കിലും എടുക്കുമ്പോൾ നടുവിൻ്റെ അവിടെ വെച്ച് കുനിഞ്ഞെടുക്കുന്നതിന് പകരം നമ്മളൊന്ന് സ്ക്വാറ്റ് ചെയ്തിരുന്ന ശേഷം എടുക്കുക. ഹെവി ആയിട്ടുള്ള വെയിറ്റ് കഴിയുന്നത് ലിഫ്റ്റ് ചെയ്യാതിരിക്കുക. കാലിൽ നല്ല പ്രോപ്പർ സപ്പോർട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക. ഇരിക്കുമ്പോൾ ബാക്ക് സപ്പോർട്ടുള്ള പോലെ, അതായത് ലംബാർ സപ്പോർട്ടുള്ള പോലെ ഉള്ള പില്ലോസ് വെച്ചിട്ട് ഇരിക്കാൻ നോക്കുക. കൂടാതെ ധാരാളം വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക. സ്ട്രെസ്സും ഒരു കാരണമാകും ബാക്ക് പെയിൻ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പോൾ സ്ട്രെസ്സും കഴിയുന്നു ഒഴിവാക്കുക. ഹീൽസ് ഉള്ള ചെരുപ്പുകൾ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ബാക്ക് പെയിൻ കുറയ്ക്കാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ട് വാട്ടർ ബാഗ് പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കാം. അതും പറ്റുന്നില്ലെങ്കിൽ മാത്രം ലോക്കലി ആക്ട് ചെയ്യുന്ന പെയിൻ ബാംസ് ഉപയോഗിക്കാവുന്നതാണ്. ഇതുകൊണ്ടൊന്നും പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഗുളികകൾ കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കാവുള്ളൂ. അപ്പോൾ ഗുഡ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.